ചിഹ്നത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. കടന്നു വരികയാണ് ആറന്മുളയുടെ സമരനായകൻ, പ്രക്ഷോഭത്തിന്റെ സമരനായകൻ സിക്കിമിനും രാജ്യത്തും ഇതായി മാറുന്ന പിന്നാലെ ഇവിടെ നൽകുന്ന ഊഷ്മളമായ സ്വീകരണത്തിലേക്ക് കടന്നു വരുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നന്ദി, നമസ്കാരം. ജയ് ഭാരത് മാതാ. സ്ഥാനാർത്ഥി രാജേട്ടൻ മുട്ടത്തുകോണത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനായി ലിസ്റ്റ് വഹിക്കുന്നതിനായി നമ്മുടെ മണ്ഡലം കമ്മിറ്റി മെമ്പർ ദിനേശിനെ ക്ഷണിക്കും. ആദ്യമായി ഈ ബൂത്തിന് വേണ്ടി ബൂത്ത് പ്രസിഡന്റ് ആയുഷസ് വിജയൻ, ശ്രീ സുദർശനൻ, ശ്രീ മനോജ്, ശ്രീ ബിനു, ശ്രീ സജീവ്, ശ്രീ നേത്രപാൽ, ശ്രീ രാജേഷ്, ശ്രീ വിനോദ്, ശ്രീ ബിനുരാജ്, ശ്രീ അർജുനൻ, ശ്രീ സുരേഷ് വിശ്വനാഥൻ, രഞ്ജിനി, സുനിൽകുമാർ, നടരാജൻ, സ്വീകരണത്തിന് മറുപടി പ്രസംഗത്തിനായി ഏറ്റവും പ്രിയങ്കരനായ ആറന്മുളയുടെ സ്ഥാനാർത്ഥി പ്രിയമുള്ളവരെ, ഇവിടെ നൽകിയ ഈ ഹൃദ്യമായ സ്വീകരണത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ടെന്ന് എനിക്കറിയാം. ഈ നട്ടുച്ച വെയിലിലും ഇവിടെ 1.5 മണിക്കൂർ താമസിച്ചെത്തിയിട്ടും ആവേശത്തിന് യാതൊരു കുറവുമില്ല. ഉത്സാഹത്തോടുകൂടി തന്നെ നിങ്ങൾ എനിക്ക് സ്വീകരണം നൽകുകയാണ്. കാരണം ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ആറന്മുള വികസിക്കും, എന്നിലൂടെ അത് നടക്കും. ഞാനിവിടെ പ്രതിനിധിയാകുന്നതോടെ, ജനപ്രതിനിധിയാകുന്നതോടെ ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഞാൻ ഉയരും. ആ പ്രത്യാശ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഉറപ്പു തരുന്നു, നിങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഈ നിയോജക മണ്ഡലത്തിലെ വികസന പരിപാടികളും പദ്ധതികളും നടപ്പിലാക്കി ഈ നാടിന്റെ സർവതോമുഖമായിട്ടുള്ള വികസനത്തിന് വേണ്ടി ഞാൻ MLA സ്ഥാനം ഉപയോഗപ്പെടുത്തും എന്ന് നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. ഇത് കേവലം വോട്ട് കിട്ടാൻ വേണ്ടി നടത്തുന്ന ഒരു വാഗ്ദാനമല്ല. എനിക്കങ്ങനെ വോട്ട് കിട്ടി വെറുതെ ആളുകളെ പറ്റിച്ചും കബളിപ്പിച്ചും വോട്ട് നേടിപ്പോകേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഇവിടെ ഉണ്ട്. എന്നെ ഇവിടെ കെട്ടിയിറക്കിയ, മത്സരിപ്പിക്കാൻ വേണ്ടി പാർട്ടി ചെയ്യിച്ച ആളല്ല. ഈ ആറന്മുളയുടെ മണ്ണിലൂടെ നടന്ന് ഈ നാട്ടിലെ ജനങ്ങളുടെ കണ്ണുനീർ കണ്ട് അവരുടെ വേദനയും അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ട് കണ്ട് മനസ്സിലാക്കി ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം വർഷക്കാലമായി ജീവിക്കുന്ന ഒരാളാണ്. ഇവിടുത്തെ പൊതുപ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ഈ നാടിന്റെ ഹൃദയസ്പന്ദനം എനിക്കറിയാം, ഈ നാടിന്റെ ഹൃദയവികാരം എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഈ നാട്ടിൽ നിന്നും ജയിച്ചു പോയാൽ തീർച്ചയായും ഈ നാട്ടിലെ ജനങ്ങളെ മറക്കില്ല, ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാവും. ഒരു കാര്യം എനിക്കതിന് ആത്മവിശ്വാസം തരുന്നത്, കേന്ദ്രത്തിൽ ആറന്മുളയെ സ്നേഹിക്കുന്ന ഒരു പ്രധാനമന്ത്രി അവിടെ ഉണ്ട്. കരുത്തനായ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആറന്മുള ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ മുറിയിൽ ചെന്നാൽ ആറന്മുള കണ്ണാടിയുണ്ട്, ആറന്മുള പള്ളിയോടമുണ്ട്. ആറന്മുളയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സ്ഥലങ്ങളിലെയും ഹരിത മനോഹരമായ പ്രകൃതി രമണീയമായ സൗകുമാര്യം തുളുമ്പുന്ന പ്രദേശങ്ങളുടെ ചിത്രങ്ങളുണ്ട്. പമ്പ നദിയുണ്ട്, അച്ചൻകോവിൽ ആറുണ്ട്, എല്ലാമുണ്ട്. അദ്ദേഹത്തിന് വളരെ നന്നായിട്ടറിയാം, ആറന്മുളയെ കുറിച്ച് വളരെ നന്നായിട്ടറിയാം. അതുകൊണ്ട് അദ്ദേഹം ആറന്മുളയെ കൈവിടില്ല. ആറന്മുളയ്ക്ക് ഒരു വികസന പദ്ധതി തയ്യാറാക്കി അദ്ദേഹത്തിന് സമർപ്പിച്ചാൽ അദ്ദേഹം അത് അംഗീകരിക്കും. തിരുവല്ലയിൽ വന്നപ്പോൾ അദ്ദേഹത്തെ കാണാൻ എനിക്ക് സൗഭാഗ്യമുണ്ടായി. അദ്ദേഹത്തോട് ഞാൻ ആറന്മുള മണ്ഡലത്തെ കുറിച്ച് പറഞ്ഞു, യാതൊരു വിധത്തിലുള്ള വൈമനസ്യവും കൂടാതെ. അദ്ദേഹം വാക്ക് തന്നു, ആറന്മുളയെ വികസിപ്പിക്കാൻ ഞാനുണ്ട് എന്ന് പറയാൻ ഒരു പ്രധാനമന്ത്രി അങ്ങ് ഡൽഹിയിലുണ്ട് എന്ന് ഓർക്കുക. ആ ബലത്തിലാണ് ഞാൻ പറയുന്നത്, തീർച്ചയായും എന്നെ ജയിപ്പിച്ചാൽ
ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി എന്നാലാകാവുന്നതെല്ലാം ഞാൻ ചെയ്യും. ഇട്ടെറിഞ്ഞിട്ട് പോവില്ല. ഈ നാട്ടിലെ ജനങ്ങളെ ഒരു സ്ഥാനം കിട്ടിയെന്നുള്ളതുകൊണ്ട് മറന്നു പോവില്ല. അതുകൊണ്ട് ഞാൻ ഉറപ്പ് നൽകുകയാണ്, തീർച്ചയായും നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഇനി അവശേഷിക്കുന്ന 2-3 ദിവസം ഈ നാട്ടിൽ എല്ലാ വീടാന്തരം കയറി ഇറങ്ങി വോട്ടർമാരോട് വോട്ട് ചോദിച്ച് ഉറപ്പാക്കണം. താമര വിരിയട്ടെ. ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ആദ്യം താമര വിരിയട്ടെ. സമ്പർക്കത്തിലൂടെ അത് സാധിക്കട്ടെ. നിങ്ങളിവിടെ നൽകിയ ഈ ഹൃദ്യമായ സ്വീകരണത്തിന് ഞാൻ സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നന്ദി, നന്ദി, നന്ദി.